ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. ഇന്ന് വൈകുന്നേര വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്ത് ഇതെന്താണെന്ന് ചോദിച്ചാൽ 2 റോസാ ചെടി അമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വാങ്ങിയതാണ്, പൂക്കോട്ടുംപാടത്ത് നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ അതൊന്ന് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ചട്ടി നമ്മൾ ആ കോവിഡ് സമയത്തൊക്കെ ഒരുപാട് ചെടികൾ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചട്ടിയിൽ ഇങ്ങനെ അപ്പോൾ ചെടികളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ആ ചട്ടികളൊക്കെ ഇങ്ങനെ ബാക്കിൽ നമ്മൾ വറകരേൻ്റെ അവിടെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ചട്ടികളൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് സൈഡൊക്കെ. അപ്പം ഇനി ഇതേതായാലും നടാൻ വേണ്ടിയിട്ട് പുതിയ ചട്ടിയൊന്നും വാങ്ങണില്ല വിചാരിച്ചു. അപ്പം ഞാൻ ആ ചട്ടിയിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള താത്ത പറഞ്ഞു തന്നു, അടിയിലിങ്ങനെ ചട്ടിയുടെ അടിയിൽ കുറച്ച് ചപ്പും ചകിരിത്തുണ്ടൊക്കെ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ മണ്ണായിട്ട് അങ്ങനെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. ആ താത്താക്ക് ആരോ അങ്ങനെ പറഞ്ഞു കൊടുത്തതാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഈ റോസക്കമ്പൊക്കെ നടുന്നത്. പിന്നെ കുറച്ച് ചാണകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, അതും ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഇട്ട് കഴിഞ്ഞ് മണ്ണൊക്കെ നിറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ചെടീൻ്റെ പുറകു വശമൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെടിയൊക്കെ ഒഴിവാക്കിയപ്പോൾ പുഴയിലൊക്കെ കൊണ്ടുപോയിട്ട് ചട്ടികളെല്ലാം കഴുകിയിട്ടാണ് അങ്ങനെ ബാക്ക് വശത്ത് കൊണ്ടുപോയി വെച്ചത്. പിന്നീട് മഴയൊക്കെ തട്ടിയിട്ട് നിറയെ മണ്ണും ചെളിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുമാതിരിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ചെടി മണ്ണൊക്കെ നിറച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാനതിൻ്റെ താഴെ ഭാഗമൊക്കെ നോക്കിയത്. അപ്പോൾ അത് ഈ ടൈലിൻ്റെ അവിടേക്ക് എടുത്ത് വയ്ക്കുമ്പോൾ ഇനിയിപ്പോൾ അവിടെയൊക്കെ മണ്ണാവുമല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് പൈപ്പൊക്കെ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് ഞാൻ അങ്ങനെ മണ്ണൊക്കെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ കളഞ്ഞു കേട്ടോ. അപ്പോൾ 2 ചെടിച്ചട്ടിയിലും കൂടെ 2 ഓരോ റോസ് അങ്ങനെ സെപ്പറേറ്റ് അങ്ങനെ കുഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള മണ്ണാണ് കേട്ടോ, അതിൽ ആ ബക്കറ്റിലിരിക്കുന്ന മണ്ണും ചാണകപ്പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി ചട്ടി ഒന്നും കൂടെ ഒന്ന് കഴുകുകയാണ് താഴെ. ശരിക്കും മണ്ണ് നിറയ്ക്കുന്നതിന് മുന്നേ ചട്ടി ഒന്ന് കഴുകിയാൽ മതിയായിരുന്നു, അതുകൊണ്ട് ശ്രദ്ധിച്ചില്ല കേട്ടോ, ഓർത്തില്ല. അപ്പോൾ ഇനി ഇത് ഇവിടേക്ക് കൊണ്ടുവന്ന് വെക്കട്ടെ കേട്ടോ. ഒരുപാട് റോസാ ചെടി ഉണ്ടായിരുന്നു കേട്ടോ മുമ്പ്. ഇതുപോലെ വാങ്ങണതിന് പൈസ കൊടുത്ത് വാങ്ങിക്കണതും നമ്മൾ അവിടുന്ന് ഓരോ വീടുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അങ്ങനെ ഒരുപാട് റോസ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ, ഒക്കെ പോയി. പിന്നെ ഇതാ മക്കൾ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, സമയം 6:10 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മേലേലും കഴിഞ്ഞിട്ട് അടുക്കളയ്ക്ക് കയറി കേട്ടോ. അപ്പോഴത്തേക്ക് ഇന്ന് കട്ടൻ ചായക്ക് ഒന്നും കടിയുണ്ടായിരുന്നില്ല. അതിൽ ഞാൻ വേഗം കുറച്ച് ഗോതമ്പ് പൊടി എടുത്തു, തേങ്ങയും അതുപോലെ ശർക്കരയൊക്കെ ആയിട്ട് ചിരകിയിട്ടിട്ട്, ശർക്കര നമ്മൾ കത്തി വെച്ചിട്ട് ഇങ്ങനെ ചിരകിടുമല്ലോ, അങ്ങനെ അവൻ ചെയ്തിട്ട് ഒരു 5 എന്താ പറയുക അട ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ. ഇലയുടെ അല്ല, നമ്മൾ പാനിൽ ജസ്റ്റ് ഇങ്ങനെ പാനിൽ കുറച്ച് ഓയിൽ എന്തെങ്കിലും തടവി കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഗോതമ്പ് പൊടിയും തേങ്ങയും ശർക്കരയും ഒരു നുള്ളു ഉപ്പും കൂടെ ഇങ്ങനെ ഒരു കുറഞ്ഞ ലൂസിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് പോലെ ഒരു പാത്രത്തിൽ വയ്ക്കും. എന്നിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ ഒരു പിടി ഇങ്ങനെ ആ പാനിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഇപ്പുറത്ത് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഈ വെള്ളത്തിലും കൈ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ പരത്തി കൊടുക്കും കൈ വെച്ചിട്ട് തന്നെ കേട്ടോ. ഇങ്ങനെ ഞാൻ അട ഉണ്ടാക്കും കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ ചിലപ്പോൾ ഒന്നും ചായക്ക് നമുക്ക് കഴിക്കാനൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ അത് അട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പുറത്ത് ഞാൻ കറണ്ട് അടുപ്പിൽ തിളപ്പിച്ച് വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു. ഈ കലത്തിലാണ് ഇങ്ങനെ തിളപ്പിച്ച് വയ്ക്കുക. അപ്പോൾ അതിൽ കുറച്ച് പകുതി ആകുമ്പോഴത്തേക്കും അതിലെ വെള്ളം ജഗ്ഗിലേക്ക് ഒഴിച്ച് വയ്ക്കും. പിന്നെ ഒരു കലം കൂടെ വീണ്ടും തിളപ്പിച്ച് വയ്ക്കും. എന്നാൽ രാവിലത്തേക്ക് കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചൂടൊക്കെ പോയി തണുപ്പായിട്ട് ഇരിക്കുകയും ചെയ്യുമല്ലോ, അങ്ങനെയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് വീഡിയോസ് ലൈക്ക് ചെയ്യുകയും അതുപോലെ കമൻറ്റ് അറിയിക്കുകയും ഷെയർ ചെയ്യുകയും എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ തുടർന്ന് ഞങ്ങളുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം. പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. കാണാത്തവർ കേട്ടോ, ഓൾറെഡി എല്ലാവരും സബ് ചെയ്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അങ്ങനെ ആരും ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ അങ്ങനെ അടയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. പിന്നെ നമ്മുടെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഇങ്ങനെ ഓയിലാണ് ടച്ച് ചെയ്ത് കൊടുക്കുന്നത്. സൺഫ്ലവറിൻ്റെ ഓയിലാണ് കേട്ടോ ചെയ്യണത്. വെളിച്ചെണ്ണ അങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റ് വ്യത്യാസമാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ അടയൊക്കെ ഉണ്ടായി കഴിഞ്ഞു. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് രാത്രിക്കത്തേക്ക് ഉണ്ടാക്കണത് കഞ്ഞിയാണ് കേട്ടോ. മട്ടയിൽ വെച്ചിട്ട് കുക്കറിൽ കഞ്ഞി വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അരിയൊക്കെ കഴുകിയിട്ടുണ്ട്. അരി കഴുകി ഇതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അങ്ങനെ കുക്കറിൽ വെക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ കിച്ചുമോളോട് എന്നാൽ കഞ്ഞിയാകുമ്പോൾ ഉപ്പേരിയാണല്ലോ നല്ലത്. അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാൻ പച്ചക്കറി ഫ്രിഡ്ജിലുണ്ട്, പക്ഷെ അത് എന്തോ തോന്നിയില്ല, വേണ്ട തോന്നി. അപ്പം കിച്ചുമോളെ കയ്യിൽ പൈസയൊക്കെ കൊടുത്തയച്ചിട്ട് അവൾ കടയിൽ പോയിട്ട് എന്ത് ചെയ്തു, മമ്പയറുണ്ടല്ലോ, നമ്മൾ കട ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, നമുക്കിങ്ങനെ നോക്കിയാൽ കാണാം. അപ്പോൾ കടയ്ക്ക് അവൾ മമ്പയർ വാങ്ങിക്കാൻ വേണ്ടി പോയി. മമ്പയറും വാങ്ങിച്ചു. പിന്നെ 100 തളമീനും കൂടെ വാങ്ങിച്ചു കേട്ടോ. ഉണക്കത്തള ഉണ്ടല്ലോ, അതും കൂടെ വാങ്ങി. കഞ്ഞി കുടിക്കുമ്പോൾ അച്ചാർ അല്ലെങ്കിൽ ഉണക്കമീൻ ഉപ്പേരി ഇതാണല്ലോ ടേസ്റ്റ്. അപ്പോൾ ഇവിടെ കഞ്ഞി ഞങ്ങൾ വെക്കുന്ന സമയത്തൊക്കെ അധികം മമ്പയർ ഉപ്പേരി ഇഷ്ടമാണ് എല്ലാവർക്കും.
അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ മട്ടേരിയൊക്കെ കുക്കറിൽ വെച്ചു വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഈ മമ്പയർ കുറച്ച് വെള്ളം ഒഴിച്ച് അവിടെ ഇട്ടിട്ടോ. കഞ്ഞി ആകുമ്പോഴത്തേക്കും ഈ മമ്പയർ വെള്ളത്തിൽ കിടന്ന് ഒന്നുകൊണ്ട് കുതിർന്ന് വരുമല്ലോ. അപ്പോൾ പിന്നെ വെന്ത് കിട്ടാൻ എളുപ്പമുണ്ടല്ലോ. പിന്നെ ഞാൻ ഈ ഉണക്കമീനൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് അപ്പോൾ 100 ഗ്രാം മീനാണ്, ഒരൊറ്റ മീൻ 100 ഗ്രാം കേട്ടോ. അപ്പോൾ ഞാനത് മതി, ഞങ്ങൾക്ക് 4 പേർക്കും കൂടെ ഇത് മതി കേട്ടോ. ഇതെന്നെ ബാക്കി ഉണ്ടാവും. ഉണക്കൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ 2 കഷ്ണമോ അല്ലെങ്കിൽ 1 കഷ്ണമൊക്കെ അല്ലേ എടുക്കുള്ളൂ. അപ്പോൾ ഇത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുകയാണ്. അപ്പോൾ അതിൽ ഉപ്പൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോകുമല്ലോ. പിന്നെ ഉണക്കമീൻ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്ന സമയത്ത് ഇതുപോലെ ഈ ന്യൂസ് പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതും അതിൻ്റെ കൂടെ അങ്ങോട്ട് പൊതിഞ്ഞ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് ഉപ്പുള്ള മീനാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോവാൻ ഇങ്ങനെ ന്യൂസ് പേപ്പറും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യണമെന്നില്ല, കാരണം ഈ മീനിലൊന്നും അങ്ങനെ ഓവർ ഉപ്പുണ്ടാവില്ല. കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഉപ്പൊക്കെ അങ്ങ് പോകും. അപ്പോൾ ഇതങ്ങനെ ചെറുതായി അരിഞ്ഞിട്ട് ഇതും വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. പിന്നെ മട്ടേരി നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മട്ടേരി ഉണ്ടല്ലോ, ചിലവർക്ക് മട്ടേരിയുടെ ചോറ് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലേ. ഇവിടെ ആർക്കും ചോറ് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ കഞ്ഞി ഇങ്ങനെ കുക്കറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇങ്ങനെ കുറുന്നനെ ഇരിക്കുമല്ലോ, കഞ്ഞി നല്ല കട്ടിക്കിരിക്കും. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. അത് ആ കഞ്ഞി വെള്ളത്തോടു കൂടി പിന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റുമാണല്ലോ. അപ്പോൾ അതാ പറഞ്ഞൊക്കെ നിന്ന സമയം കൊണ്ട് നമ്മളെ കഞ്ഞിയൊക്കെ റെഡിയായി. അത് ഞാൻ കുക്കറിൽ നിന്ന് ഇങ്ങനെ ഒരു ചരുവത്തിലേക്ക് മാറ്റി ഒഴിച്ച് വെച്ചു, തണുക്കാൻ വേണ്ടി വെച്ചു. പിന്നെ ഞാൻ ആ കുക്കറിൽ എന്ത് ചെയ്തു, വേറെ കുക്കർ എടുത്തു കേട്ടോ. വേറെ കുക്കറിൽ മമ്പയർ വേവിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ ആ പേരയ്ക്ക് അപ്പുറത്ത് വീട്ടിൽ നിന്ന് കിച്ചുമോള് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഉണക്കമീനൊക്കെ കഴുകി മസാലയൊക്കെ തേച്ച് വെച്ചു. മമ്പയർ വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ. അപ്പോൾ ഇതാ മേല് കഴുകി കഴിഞ്ഞിട്ടും ഇപ്പോൾ 8:30 ആവാനായിട്ടായിരുന്നു കേട്ടോ സമയം. നല്ല ചൂട്. അപ്പോൾ മുടിയൊക്കെ ഇപ്പം മുടി എന്താ പറയുക, കുറച്ച് പുറകിലുള്ള മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വെക്കാൻ വേണ്ടി പറ്റും, റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കെട്ടാൻ പറ്റും. ഫ്രണ്ടിലുള്ള മുടിയൊന്നും അങ്ങോട്ട് എത്തണില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര ചൂട്, കഴുത്തിലിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ വല്ലാത്ത ചൂട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇനി ഒന്നും കൂടെ തല അണിച്ചെന്നെ കുളിക്കേണ്ടി വരും, കാരണം അടുക്കളയിലും കൂടെ നിൽക്കുകയാണല്ലോ. അപ്പോൾ വല്ലാത്തൊരു ചൂട് കേട്ടോ. അപ്പോൾ ഏതായാലും ഈ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് പോയി കുളിക്കാൻ വിചാരിക്കണം, അത്രയും ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മമ്പയറും ഒരു 2 വിസിലടിച്ചപ്പോൾ അതും വെന്തിട്ടുണ്ട്. കുറച്ച് നേരം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്നായി കേട്ടോ. ഇനി ഞാനത് ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് ഒന്ന് വറവിട്ടെടുക്കുകയാണ്. പിന്നെ മമ്പയറിൽ ഞാൻ വെറുതെ ഉപ്പിട്ടിട്ട് മാത്രമാണ് വേവിക്കാൻ വെച്ചതാണ് കേട്ടോ. ഇപ്പോൾ ഇതാ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് അധികം തന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ആ ചെറിയ ഉള്ളിയും ഇതുപോലെ പച്ചമുളകും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ടാണ് പച്ചമുളക് ഇട്ടത്. പിന്നെ കറിവേപ്പില ഇട്ട്, പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കളറിനും കൂടെ ചേർക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് ഈ പച്ചമുളക് ഇപ്രാവശ്യം വാങ്ങിയ പച്ചമുളക് നല്ല എരിവുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചന്തയിൽ നിന്ന് വാങ്ങിച്ച മുളകിന് ഒട്ടും എരിവുണ്ടായിരുന്നില്ല കേട്ടോ. എത്ര നമ്മൾ അരിഞ്ഞിട്ടാലും മുളകിൻ്റെ ഒരു ചെറിയൊരു ഇതുപോലും അതിലുണ്ടാവലില്ല. അപ്പോൾ തീരെ എരിവുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യത്തെ ഈ പച്ചമുളകിന് നല്ല എരിവുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പില ഇട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടൊരു കളറിന് വേണ്ടിയിട്ട്, പിന്നെ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള നമ്മളെ മമ്പയർ ഇതിലേക്ക് ഇട്ടു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂട് തട്ടിച്ചാൽ നമ്മുടെ ഉപ്പേരി റെഡിയായിട്ടോ. പിന്നെ അടുത്ത പരിപാടി നമ്മൾ തളമീൻ അവിടെ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചിലപ്പോൾ എന്താ പറയുക, ഒരു പച്ചമുളക് ഞാൻ കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ആ പച്ചമുളക് നല്ല എരിവുള്ളത് കൊണ്ട് തന്നെ ഒന്നേ കീറിയിട്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ 2-3 പച്ചമുളക് ഇങ്ങനെ വെറുതെ ഷോയ്ക്ക് ഇങ്ങനെ കീറിയിടാം. എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ, എരിവാണെങ്കിൽ അതും മുളക് പൊടി എല്ലാം കൂടി ആകുമ്പോൾ ഒരുപാട് എരിവായിപ്പോകും, കുട്ടികൾ പിന്നെ തിന്നുകയല്ല. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അവരുടെ ചാനലിലും ഞാനും അവരുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഓപ്പൺ ചെയ്ത് അങ്ങനെ വെക്കും. ചിലപ്പോൾ കമൻറ്റൊന്നും ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്നൊന്നും വരില്ല കേട്ടോ. എന്തെങ്കിലും പണിയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണെങ്കിൽ അടുക്കളയിലൊക്കെ അത് അങ്ങനെ ഓൺ ചെയ്ത് വെക്കുന്നുണ്ടാവും. കമൻറ്റ് ചെയ്യാനൊക്കെ ചിലപ്പോൾ മറന്നു പോകും കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു കുഞ്ഞ് പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മുടെ മീനും കൂടെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ, ഉണക്കമീൻ. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞ് നമ്മുടെ രാത്രിക്കത്തേക്കുള്ള ഫുഡ് റെഡിയായി. പിന്നെ ഈ കഞ്ഞിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നേരം വൈകിട്ട് ഉണ്ടാക്കുമായിരിക്കും നല്ലതല്ലേ. അത് ചോറൊക്കെ ആണെങ്കിൽ കുറച്ച് 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് റെഡിയാവും കേട്ടോ. അപ്പോൾ ഇന്ന് കഞ്ഞി ഉണ്ടാക്കാൻ ആദ്യമേ അങ്ങോട്ട് പ്ലാൻ ചെയ്ത് വെച്ചതാണ്, വൈകുന്നേരത്ത് ഇന്ന് കഞ്ഞി മതി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് നേരം വൈകിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. കഞ്ഞിയൊക്കെ തണുത്താലും വലിയൊരു ടേസ്റ്റ് തോന്നൂലല്ലോ അല്ലേ, കുറഞ്ഞ ചൂടോടുകൂടി ഞാൻ കഴിക്കണമല്ലോ. അപ്പോൾ എന്തായാലും എല്ലാവരും മക്കളെ പഠനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ഇതും കഞ്ഞി കുടിക്കാനാകുമ്പോഴത്തേക്കും ഒരു 9:30-10 മണിയൊക്കെ ആ ലെവലിലേക്കൊണ്ട് വരുമല്ലോ. അപ്പോൾ പതുക്കെ ആയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പതുക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാ ഉണക്കലൊക്കെ നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയായി.
പിന്നെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ മീൻ വറുക്കുക. മീനിൻ്റെ എന്ത് പരിപാടി ചെയ്താലും പിന്നെ നമ്മൾ ഈ ഗ്യാസൊക്കെ ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര സ്മെല്ലാവില്ലേ, പ്രത്യേകിച്ച് ഉണക്കമീനൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഞാൻ ആ ടൈലിൻ്റെ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ ഗ്യാസും എല്ലാം ക്ലീൻ ചെയ്തു. പിന്നെ ആ കഞ്ഞി ഉണക്കമീനും ഉപ്പേരിയും ഒക്കെ അവിടേക്ക് എടുത്ത് വെച്ചിട്ടോ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്തായാലും ഒന്ന് കുളിച്ചിട്ട് വരാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ തലയൊക്കെ നനച്ച് എന്നെ ഒന്ന് കുളിച്ചു കേട്ടോ. തല അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണെന്ന്, രാവിലെ നനച്ചു വൈകുന്നേരം നനച്ചു. പിന്നെ ഈ ഒരു ടവൽ വെച്ച് കെട്ടിയാൽ പെട്ടെന്ന് അങ്ങോട്ട് ഉണങ്ങി കിട്ടുകയും ചെയ്യും. ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ട് കേട്ടോ. അതൊക്കെ നൈറ്റിലേക്ക് മാറ്റി വെക്കേണ്ട പരിപാടികളാണ്. ഡ്രസ്സൊക്കെ മടക്കി വെക്കുക എന്നുള്ളത്. ഞാനിവിടെ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് ചെയ്യട്ടെ കേട്ടോ. വന്നു അവിടെ ടി വി തുറന്ന് വെച്ചതുകൊണ്ട് ഹാളിലെ അതിൻ്റെ മ്യൂസിക് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കോപ്പിറൈറ്റ് വരും എന്നുള്ളതുകൊണ്ട് അതങ്ങോട്ട് മാറ്റി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ, സി യു, താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ, നമ്മളെ വീഡിയോസൊക്കെ മുഴുവൻ കണ്ടിട്ട് കമൻറ്റ് അറിയിക്കണേ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് 1 സെക്കൻഡ് ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് അതിൻ്റെ താഴെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായ വീഡിയോ ഫുള്ള് കണ്ടിട്ടില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇതാ തുണികളൊക്കെ മടക്കിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കഞ്ഞിയൊക്കെ ഇതാ വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടായിരുന്നു. അപ്പോൾ ആ ചൂടൊക്കെ ഒന്ന് പോവട്ടെ എന്ന് വിചാരിച്ചിട്ട് കഞ്ഞി വിളമ്പി വെച്ചു. പിന്നെ എന്താ പറയുക, മമ്പയർ ഉപ്പേരി ഉണ്ട്, നെല്ലിക്ക ഉപ്പിലിട്ടതുണ്ട്, ഉണക്കമീൻ, അച്ചാർ, പിന്നെ തൈര്. ഇത് മക്കളെ എന്താ പറയുക ഫേവറേറ്റ് സാധനമാണ് കേട്ടോ. നമ്മൾ പുളിയില്ലാത്ത തൈരുണ്ടല്ലോ, കട്ടത്തൈര്, അതാണ് കേട്ടത്. അപ്പോൾ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. ഞങ്ങൾ കഞ്ഞി കുടിക്കട്ടെ. അപ്പോൾ ഗായ്സ് ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ വേണ്ടി പോവാണ്. അല്ല ചേച്ചി മോളെ കഞ്ഞി വിളമ്പിച്ച് നിൽക്കാനോട്